അവർക്ക് ഗ്യാരണ്ടി അല്ലേ? ഫ്ലഡ് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമല്ലോ? ഒരു ഉപാധികളില്ലാതെ തിരിച്ചെടുക്കും. ഓക്കെ. ഒരു വാഹനം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റിനെ വിളിച്ച് വേണമെങ്കിൽ ഇൻഷുറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ല മൈലേജ് ഉണ്ടാവും കേട്ടോ. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. മുന്നേ എന്തെങ്കിലും സിവിൽ ഇഷ്യൂസ് തെറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കേസിന്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബാങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആവും. ഒരു 18 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. 20 above ഇട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഒന്നും നോക്കാനില്ല. എന്തൊക്കെ മണിയൂരാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഷോറൂമിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പുറകിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും KL47 യൂസ്ഡ് കാർസ്. KL47 എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ്. സ്ഥലത്തിൻ്റെ നമ്പർ തന്നെയാണ് ഷോറൂമിന് കൊടുത്തിരിക്കുന്നത്, KL47 യൂസ്ഡ് കാർസ്. നിങ്ങൾ വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ. ഏകദേശം 10-70 മുകളിൽ സ്റ്റോക്ക് ഏകദേശം നോക്കിയാൽ കാണുന്നുണ്ട്. അതിൽ തന്നെ മിക്സ്ഡ് ആണ്, എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ SUV ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിലയും ഡീറ്റെയിലൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അതുപോലെ ഷോറൂമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. വാ, ഇക്കാനെ സ്വാഗതം ചെയ്യാം. വാ, അഫ്സൽ ഖാൻ. ഹായ്, സുഖല്ലേ? ഷോറൂം ഓണറാണ്. അപ്പോൾ മുന്നേ ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ടുണ്ടോ? വേറെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ആദ്യമായിട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര കാലം ഈ ഒരു ഷോറൂം ഇപ്പോൾ തുടങ്ങിയിട്ട്? ഷോറൂം തുടങ്ങിയിട്ട് 1 year ആണ്. 1 year ആവുന്നത്. ഞങ്ങൾ പഴയ ഷോറൂം ഇതിന് ഓപ്പോസിറ്റ് ആയിരുന്നു. 10 വർഷത്തോളം. മൊത്തത്തിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഹൈവേയുടെ പണി നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിടാൻ? മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്തിടണമെങ്കിൽ നല്ല നീറ്റിലാണ് വണ്ടി ഉള്ളത്. മൊത്തം ഹൈവേ സൈഡ് മൊത്തം പൊടിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് കുറഞ്ഞ്, പിന്നെ എന്നാലും ഡെയിലി എന്ന് പറഞ്ഞാല് ഒരു ദിവസം 2 പ്രാവശ്യങ്ങളിൽ നമ്മൾ വാഷ് ചെയ്തിടും. ഓക്കെ, അത്രേ ഉള്ളൂ. എല്ലാ സെഗ്മെന്റും കാണുന്നുണ്ട് ഇവിടെ വാഹനങ്ങൾ. അപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടത് പിന്നെ പ്രീമിയം, സെമി പ്രീമിയം ആയിട്ടും എല്ലാ വണ്ടികളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും വരാം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കസ്റ്റമറും നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് മാക്സിമം വില മുടിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ പരമാവധി ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് നമ്മൾ ചെയ്യുന്നത്. ആസ്കിങ് ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് കസ്റ്റമറായിട്ട് ആർക്കെങ്കിലും വരുമ്പോൾ നമ്മൾ നല്ല റേറ്റിലാണ് കൊടുക്കുന്നത്. അതിന് ഒരു 90% ഫൈനാൻസും ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുമെന്ന് നമ്മുടെ പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഏറ്റവും പരിഗണിക്കും അവർ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ബാക്കി കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ബോർഡർ അല്ലേ? എറണാകുളം. ഇത് കൊടുങ്ങല്ലൂരാണ്. ഇതാണ് നമ്മൾ കൊടുങ്ങല്ലൂർ പ്രസിദ്ധമായ അമ്പലം ഇവിടെയാണ്. ഇത് എറണാകുളത്തിന്റെ ബോർഡറാണ്. ഇപ്പൊ പുതിയ 66 ഹൈവേ പോകുന്നത് നമ്മളെ ഫ്രണ്ടിലൂടെ ബൈപ്പാസിന്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ലൊക്കേഷൻ. ബോർഡർ തന്നെയാണ്. 1 കിലോമീറ്റർ പോയ ബോർഡറാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, എന്തായാലും വീട്ടിലോട്ട് പോകാം അല്ലേ? ബാക്കി ഓക്കെ. നമുക്ക് ആദ്യ വാഹനം ഒരു കോമ്പാക്ട് SUV അങ്ങ് തുടങ്ങാം. ഇത് KL73 രജിസ്ട്രേഷനുള്ള മഹീന്ദ്രയുടെ XUV 300 ആണ്. 73 വയനാട് എവിടെ? വയനാട് ഭാഗത്താണ്. വയനാട് രജിസ്ട്രേഷൻ വരുന്നത്. പറഞ്ഞോളൂ. കൽപ്പറ്റ. ഏതാ മോഡൽ? ഇത് 2021 വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ? ഇത് 25 കിലോമീറ്റർ. 25,000. 2021 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം 3 വർഷം ആവാനായിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഇതിലേതോ ഓപ്ഷൻ വരുന്നത്? ടോപ്പ് ആൻഡ് W8 സൺറൂഫ് വരുന്ന ഓൾമോസ്റ്റ് ടോപ്പ് ഓപ്ഷനാണ് വരുന്നത്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അതായത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് മഹീന്ദ്രയിൽ. ഓട്ടോമാറ്റിക് ആണല്ലേ? പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക് AMT അവർ അതിൽ. ഓക്കെ, AMT 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, ചൈൽഡ് സേഫ്റ്റി ഒക്കെയുള്ള നല്ലൊരു അടിപൊളി പെർഫോമൻസ് കാറാണ്. പെട്രോൾ. ഒരു 13-14 മൈലേജ് ഉണ്ടാവില്ലേ? 13 ഒരു 15 വരെ. അവരോട് മോശമായിട്ട് പറയണ്ട. 13 തുടങ്ങി 15 വരെ അവർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടല്ലോ കസ്റ്റമർക്ക്. അപ്പോൾ 2021 മോഡൽ. കമ്പനി ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ ആണോ? പ്രോപ്പർ സർവീസ് ഉണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ എന്ന് പറഞ്ഞാൽ അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതിനൊക്കെ നമ്മൾ ഉറപ്പ് കൊടുക്കുന്നില്ല. എല്ലാ ഷോറൂമും നമ്മൾ എല്ലാ വീഡിയോസിനും പറയാറുണ്ട്. ഒന്നുകൂടി ചോദിക്കുകയാണ്, അവർക്ക് ഗ്യാരണ്ടി അല്ലേ? ഫ്ലഡ് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമല്ലോ? ഒരു ഉപാധികളില്ലാതെ തിരിച്ചെടുക്കും. എക്സ്ട്രാ പൈസ തരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ആസ്കിങ് 10,25,000 രൂപയാണ്. 10.25 ലക്ഷം രൂപ. 2021 മോഡൽ W8 XUV സൺറൂഫ് വരുന്ന XUV 300 ആണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ പുതിയൊരു വാഹനം നോക്കുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കാം അല്ലേ? ഒറ്റോട്ടെ കസ്റ്റമർ വന്നോട്ടെ. മോഡൽ കൂടിയാണ്. നമ്മൾ വന്നിട്ട് അവരനുസരിച്ച് ചെയ്തു കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാറല്ലേ? മാക്സിമം ചെയ്തു കൊടുക്കും. അതിനനുസരിച്ച് ലോൺ കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കും. ചെയ്യാം. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിൽ KL47 ഷോറൂമിൽ ഒരു KL47 വാഹനം, കൊടുങ്ങല്ലൂർ വാഹനം തന്നെയാണ്, ഫോർഡ് എക്കോ സ്പോർട്ട്. അടുത്തുള്ള ഒരു ഡോക്ടർ വണ്ടി തന്നെയാണ്. വെറുതെ പറയുന്നല്ല, അതേ ഒറിജിനൽ ഡോക്ടറാണ്. മറ്റുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചെന്നുള്ളൊരു വിഷയം വേണ്ട. ഡോക്ടർ വണ്ടി പണ്ടത്തെ സ്റ്റൈല് കച്ചവടത്തിൽ ഡോക്ടർ വണ്ടി പറഞ്ഞിട്ട്, അതായത് ഡോക്ടർമാർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അത് നമ്മൾ പറയുന്നില്ല, എല്ലാവരും നല്ലോണം വണ്ടി കൊണ്ടു നടക്കും. വണ്ടി ഇഷ്ടപ്പെടുന്ന ആരും നല്ലോണം കൊണ്ടു നടക്കും. അതുകൊണ്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഞങ്ങൾ അടുത്തറിയുന്ന ഡോക്ടറാണ്. അതൊക്കെ അത് പേഴ്സണലി അറിയുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെ 2014 വാഹനമാണ് ഇത്. ടൈറ്റാനിയാണ്. ടൈറ്റാനിയാണ് അല്ലേ? പ്ലസ് വരുന്നില്ലല്ലോ? ടൈറ്റാനിയം പ്ലസ് അല്ലല്ലോ? അല്ല, ടൈറ്റാനിയാണ്. ഓക്കെ. എത്ര ഓടി ഇപ്പോൾ? ഇത് 85 ഓടിയിട്ടുണ്ട്. ഡീസലാ? ഡീസൽ വാഹനം. ഡീസൽ 85,000 കിലോമീറ്റർ ഓടി. 2014 ടൈറ്റാനിയം പ്ലസ് വരുന്നില്ല, പുഷ്പട്ടം വരില്ല. അതേപോലെ തന്നെ 6 എയർ ബാഗ് ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് 85,000 പ്രോപ്പർ കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ആണ്. സർവീസ് കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ്. ഇപ്പൊ അങ്ങനത്തെ ഇഞ്ചക്ടർ സൗണ്ടോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? ഇല്ല. സൂപ്പർ മെക്കാനിക് റീപ്ലേസ്മെന്റ് ഭാഗങ്ങളൊന്നും ഇല്ല. ഓടിച്ചാൽ മനസ്സിലാവും. നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാ. ഇവിടെ എവിടെയാ ഫോർഡിന്റെ ഇത് വരുന്നത്? ഇത് തൃശ്ശൂരുള്ളൂ. സർവീസ് തൃശ്ശൂരുള്ളൂ അല്ലേ? ഈ ഭാഗത്തില്ല അല്ലേ? ഇല്ല. പിന്നെ എറണാകുളം തൃശ്ശൂരുള്ളൂ. എറണാകുളം തൃശ്ശൂർ. ഓക്കെ. അപ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും കേട്ടോ. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടും. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്ക് 5 ലക്ഷം രൂപ. 5 ലക്ഷം. ഓക്കെ. 2014 85,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ടൈറ്റാനിയാണ്. 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ പറയുന്ന വിലയല്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് തരും, ഉറപ്പാണ് അല്ലേ? ഓക്കെ. അപ്പോൾ 5 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 4 മേലെ ചാൻസ് ഉണ്ടോ? മേലെ ചാൻസ് കുറവാണ്. 4 ലക്ഷം രൂപ എന്തായാലും കിട്ടും. ഒരു 1 ലാഖിൻ്റെ ഉള്ളിൽ കണ്ടിറക്കാം. നല്ലൊരു ഡീസൽ വാഹനം, കമ്പനി ഹിസ്റ്ററി എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. വണ്ടിയാണ്. അടുത്തൊരു ഡസ്റ്ററാണ്. ഇത് KL8 തൃശ്ശൂർ ടൗൺ വണ്ടിയാണ്. തൃശ്ശൂർ ടൗൺ. പറഞ്ഞോളൂ, എങ്ങനെയാണ്? ഇത് 2015-16 വണ്ടിയാണ്. 110 ആണ്. 110 ആണ് വരുന്നത് അല്ലേ? 15 മോഡൽ, 16 രജിസ്ട്രേഷൻ ഉണ്ട്. പവർ കൂടിയ വാഹനമാണ്. മൈലേജ് ഒരു 15-16 ഉണ്ടാൽ മതി. ഇതിന് തന്നെ 85 ഉണ്ട്. അത് ഒരു 20 വരെയൊക്കെ കിട്ടും അല്ലേ? അതിന്റെ 85 നമ്മളെടുത്തുണ്ട്. സ്റ്റോക്ക് ഉണ്ട് അല്ലേ? എത്ര ഓടി ഇപ്പോൾ? ഇത് വന്നിട്ട് 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 95,000 സർവീസ് പ്രോപ്പറാണ്. പ്രോപ്പർ സർവീസ് ഉള്ളത്. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ തൃശ്ശൂർ തന്നെയാണ് സെക്കൻഡ് ഓണർ? തൃശ്ശൂർ തന്നെയാണ്. ഓക്കെ. നമുക്കിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? നമുക്കിതൊരു 5,25,000 കൊടുക്കാം. നമുക്ക് 5,4 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 15 മോഡൽ 4 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. 16 രജിസ്ട്രേഷൻ വരുന്ന 110 PS വാഹനമാണ്. 5,4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഈ പറയുന്ന വില ഒന്നും ഫിക്സ്ഡ് അല്ല, എല്ലാം അല്ലേ? ഓക്കെ, എല്ലാവരും വന്നോളൂ. ഓക്കെ. അടുത്ത ക്രെറ്റയാണ്. KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം ജില്ല. എല്ലായിടത്തും ഉണ്ടല്ലേ? നമ്മള് വയനാട് വണ്ടി എടുത്തില്ല. ശരിക്കും ഈ ഭാഗത്തൊക്കെ വണ്ടി എടുക്കാൻ വരുന്ന വെച്ചാല് നോർത്ത് നിന്നായാലും സൗത്ത് നിന്നായാലും സുഖമാണ്. ഏകദേശം സെന്റർ ആയിട്ട് വരും. രണ്ട് സൈഡിൽ നിന്ന് വരുന്നവർക്ക് സുഖമാണ്. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 SX ഡീസലാണ്. മാനുവൽ വാഹനം. മാനുവലാണ്. സിംഗിൾ RC നിൽക്കുന്നത്. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ആണ്. കോടി. അതിന്റെ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? സർവീസ് അപ്ഡേഷൻ ഉണ്ട്. എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഒന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് അഡീഷണൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന സീറ്റ് കവേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. SX ഡീസൽ അല്ലേ? മൈലേജ് ഉണ്ടാവില്ല? 18 കിട്ടും. 1.6 ഡീസലാണ് വരുന്നത്. അത്രയും മൈലേജും കിട്ടുന്നുണ്ട്. പവറും മൈലേജും ഒത്തടങ്ങിയ വാഹനം അല്ലേ? നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 9,90,000 രൂപ കൊടുക്കും. 9,90. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 18 അല്ല? ഓക്കെ, 18 മാനുവൽ ഡീസലാണ്. 9,90,000 രൂപയാണ് ഇപ്പോൾ ആസ്ക് ചെയ്യുന്ന വില. അതിലൊരു 1 ലാഖ് ഇറക്കാൻ പറ്റുമോ നമുക്ക്? ഒരു 1 ലാഖ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഫൈനാൻസ് എല്ലാ ബാങ്കുമായിട്ട് ഇതുണ്ട്? നമുക്ക് ഏകദേശം ഒരു 10ഓളം ബാങ്കുകളുണ്ട്. ഉണ്ടല്ലോ? ഓക്കെ, നമുക്ക് നോക്കി മാറ്റി കൊടുക്കാൻ പറ്റും. ഏത് ബാങ്കിലാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്, മുന്നേ എന്തെങ്കിലും സിവിൽ ഇഷ്യൂസ് തെറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കേസിന്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബാങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആവും അല്ലേ? നല്ല പ്രൊഫൈൽ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും അങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ ആദ്യമേ പറയാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ അഫ്സൽ ക മാറി ഇബ്രു ക വന്നു. സ്വാഗതം. താങ്ക് യു. ഓക്കെ.
അപ്പോൾ ഇബ്രുക്കാനെ വേറെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ടെറാനോ ആണ്. നമ്മൾ നേരത്തെ ഒരു ഡസ്റ്റ് കാണിച്ചിരുന്നു. അടുത്ത ടെറാനോ KL4 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. 4 ആലപ്പുഴ അല്ലേ? ആലപ്പുഴ. എങ്ങനെയാണ് ഡീറ്റെയിൽ എങ്ങനെയാണ് ഇത് മോഡൽ വന്നിട്ട് 2014 മോഡലാണ്. ഓക്കെ. കിലോമീറ്റർ ഓടിക്കുന്നത് 1 lakh കിലോമീറ്റർ ആണ്. 1 lakhന്റെ സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടോ? കമ്പനി സർവീസ് ആണ്. മേജറൊക്കെ ചെയ്തോ? അതെ. ഓക്കെ. പിന്നെ ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വന്നത് XV ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ബട്ടർ സ്റ്റാർട്ടിൽ വരില്ല, സോറി. ബാക്കി എല്ലാത്തിനും ബട്ടർ സ്റ്റാർട്ട് വരില്ല XV. പിന്നെ ഓപ്ഷൻ ഫുള്ള് ഓക്കെ. കിലോമീറ്റർ ഓക്കെ. വേറെന്താ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് തന്നെ ഉള്ളത്. പ്രോപ്പറായിട്ട് പോയ വണ്ടി. അതെ. ഓക്കെ. 110 ആണോ 85 ആണോ? 110 ആണ്. 110 PS. ഓക്കെ. ഇവിടെ കൂടുതൽ 110 ആണല്ലോ കാണുന്നത്. VX 110 ആണെന്ന് തോന്നുന്നുണ്ട്. XV ഏറ്റവും ടോപ്പ് 110 വരുന്നുള്ളൂ. ഓക്കെ, ശരിയാണ്. എത്ര കൊടുക്കാം? നമുക്കിത് 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. ചെറുതായിട്ടൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. 5 lakhs ആസ്കിംഗ് ആണ്. കുറച്ച് തരുന്നതാണ്. എന്തായാലും ലോൺ ഒരു 4 ലക്ഷം 4.5 കിട്ടും. 4 രൂപ എന്തായാലും കിട്ടും. അതിന്റെ മുകളിലോട്ട് നമുക്ക് ട്രാക്ക് നോക്കി ചെയ്യാം. നോക്കി ചെയ്യാൻ പറ്റും. 4 രൂപയ്ക്ക് എത്തിക്കാം. ഓക്കെ. അടുത്തൊരു ഡീസൽ ബലേനോ KL23 രജിസ്ട്രേഷൻ. നല്ല മൈലേജുള്ളൊരു സെഗ്മെന്റ് ആണ്. ഏതാ മോഡല്? 2018 മോഡലാണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? സീറ്റ ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സീറ്റയിൽ തന്നെ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ചെറിയൊന്നും മാറ്റമേ ഉള്ളൂ. എൻഫോർടൈൻമെൻറ്റിൻ്റെ മാറ്റവും പിന്നെ അതേ ഉള്ളൂ തോന്നുന്നു. കാര്യമായിട്ട് ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ആവും. അതേ മാറ്റമുള്ളൂ. എത്ര ഓടി ഇപ്പോൾ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിക്കണം. 60,000. ഡീസലാണ്, വലിയൊരു ഓട്ടമല്ല, നോർമൽ ഇങ്ങനെയാണ്. ഒരു 18 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടുമോ? 20 above ഇട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് ആണ്. അതിൽ 20 above മൈലേജ് കിട്ടുന്നൊരു വാഹനവും. എത്ര ഓണർഷിപ്പ് എടുക്കുന്നത്? സെക്കൻഡ് RC-ലാണ്. ഓക്കെ. എത്രയാണ് പാസ് ചെയ്യുന്നത്? 7,50,000 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 7,50,000 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ വരുന്ന ബലേനോ ഡീസൽ സീറ്റ മാനുവൽ വാഹനമാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാം. 90% ലോൺ കയറും. ഒന്നും നോക്കാനില്ല. അടുത്തതാ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ടീം ടെക്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണിക്കുകയാണ് ഹ്യുണ്ടായി വെർണ ന്യൂ ഷേപ്പ് KL7 രജിസ്ട്രേഷൻ. ഏറ്റവും ന്യൂ ഷേപ്പ് വെർണ. ഇത് വേറെ ആരും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 23 മോഡൽ 2023. അതായത് ഇപ്പോൾ എനിക്കൊന്ന് വാറണ്ടി എത്ര വരെ ഉണ്ടാവും? ഇപ്പോൾ വാറണ്ടി 2 ഇയർ കമ്പനി ഉണ്ട്. എന്തായാലും ഉണ്ടാവും. 25 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. എത്ര ഓടി ഇപ്പോൾ? കിലോമീറ്റർ വെറും 10,000 കിലോമീറ്റർ ആണ്. 10,000. നോർമൽ ഓട്ടം തന്നെ. ഏറ്റവും ടോപ്പ് ആണോ? ഏറ്റവും ടോപ്പ് SX ഓപ്ഷനാണ്. ഓപ്ഷനിൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? എയർ ബാഗ് പിന്നെ അഡാസ് 2 ഫീച്ചേഴ്സ് കൂടിയുള്ള അഡാസും കൂടെ ഉണ്ടാവും. നമുക്ക് വെറുതെ ഇരിക്കാം, വേണേൽ ഫ്രീ ആയിട്ട് വിടാം വണ്ടീനെ. നമ്മൾ കിടന്നുറങ്ങിയാലും വണ്ടി പോയി ചാർത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ഒരു വാഹനം കാണുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവുക, എന്തുകൊണ്ട് ഈ ഒരു വാഹനം പഴയ ആ പാർട്ടി വിറ്റു എന്നായിരിക്കും ആദ്യത്തെ സംശയം. എന്താ അവരെന്താ പറഞ്ഞിരുന്നോ? ജസ്റ്റ് അവരൊരു സ്ഥാപനത്തിന്റെ വണ്ടിയാണ്, കമ്പനി വണ്ടിയാണ്. ശരി. അപ്പോൾ അങ്ങനെ കമ്പനി ഒരു ഫിനാൻഷ്യൽ ഇതൊക്കെ വന്നപ്പോൾ അവർ ഒഴിവാക്കിയതാണ്. ഓക്കെ. 2 വണ്ടി ഉണ്ടായിരുന്നു. രണ്ടും നമ്മൾ എടുത്തില്ല. മറ്റേത് പറഞ്ഞ തന്നെയാണോ? മറ്റൊന്ന് വേറെ തന്നെയാണ്. സെയിം സാധനം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ 2 സ്റ്റോക്ക് 2 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിത് ഇതേ കാണിക്കുന്നുള്ളൂ. അടുത്ത വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതെ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഏകദേശം ഒരു 19,90,000 രൂപയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്കൊരു 16,75 16,75,000 രൂപയ്ക്ക് 10,000 കിലോമീറ്റർ മാത്രം ഓടിയ, ഇനി 1 വർഷം വാറണ്ടി ബാക്കിയുള്ള വെർണ ഏറ്റവും ന്യൂ ഷേപ്പ് ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 16,75,000. ഒരു 15 ലക്ഷം ലോൺ കയറൂലേ? കൊടുക്കാം. ഉറപ്പായിട്ടും കയറില്ല. നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ എന്തായാലും. അല്ല, ഇതൊക്കെ എടുക്കണം. പിന്നെ ട്രാക്കുള്ളവർ തന്നെ മാക്സിമം കയ്യിലുള്ളവരെല്ലാം എടുക്കത്തുള്ളൂ. ഓക്കെ. അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റ ഒരു 7 സീറ്റർ വന്നിരിക്കുകയാണ്. KL24 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. 2016 G4 ആണോ? V ആണ് അല്ലേ? ഓക്കെ. ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. മാനുവൽ മാത്രം വരുള്ളൂ. മാനുവൽ ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ. ZL-ആണോ ഓട്ടോമാറ്റിക് വരുന്നത്? അതെ. ഓക്കെ. എത്ര ഓടി ഇപ്പോൾ? കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. 140. അത് പ്രോപ്പർ സർവീസ് കമ്പനി സർവീസിലാണ്. എല്ലാം കറക്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ. ക്രിസ്റ്റയ്ക്ക് ഒന്നും നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഉണ്ട്. എന്താ സംഭവം? ഹെഡ്ലൈറ്റും ബോണറ്റും. ഏത് ഹെഡ്ലൈറ്റാണ് മാറിയത്? 2 ഹെഡ്ലൈറ്റും മാറിയാണ്. അപ്പോൾ ഫ്രണ്ട് അടി വന്നു? അതെ, ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. ഗ്ലാസ് പോയിട്ടില്ല. അല്ല, ക്രോസ് ബാർ ഒന്നും പോയിട്ടില്ല. ക്രോസ് മെമ്പർ പോയിട്ടില്ല. ഹെഡ്ലൈറ്റ് ഇത് പോയിട്ടുണ്ട്. ഓക്കെ. കമ്പനി തന്നെ ചെയ്തേക്കണേ. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അതെ. എന്തൊക്കെ മാറിയെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ എന്തായാലും. ഇത് നമ്മളിപ്പോൾ പറയുമ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാഹനം നിങ്ങൾക്ക്
എന്തെങ്കിലും കാരണവശാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റിനെ വിളിച്ച് വേണമെങ്കിൽ ഇൻഷുറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇൻഷുറിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഇൻഷുർ നടത്തുന്നത്, അവരുടെ നമ്പർ എടുത്തിട്ട് ഇൻഷുർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ക്ലെയിം എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം ഇത് നമ്മൾ 16,70,000 രൂപ കൊടുക്കും. 16,75 വി ഓപ്ഷനാണ്. 2016 മോഡലാണ്. 16 മോഡൽ വി ഓപ്ഷൻ. ആ ക്ലെയിമിൻ്റെ നമ്മൾ മാക്സിമം കുറച്ചാണ് കൊടുക്കണത്. ഓക്കെ, ഒരു 15 ലക്ഷമൊക്കെ ലോൺ കിട്ടൂല? ഒരു 13 ഓക്കെ കൊടുക്കാം നമുക്ക് എന്തായാലും. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മളൊരു ചെറിയ വാഹനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇഗ്നിസ് ആണ്, KL 32 ചേർത്തല രജിസ്ട്രേഷനുള്ള ഇഗ്നിസ് ആണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. 18 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടിക്കണേ. ഓക്കെ, 5 വർഷം കൊണ്ട് 55,000. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ വരുന്നത് ഏതായാലും? ഓപ്ഷൻ വരുന്നത് സീറ്റാണ്. സീറ്റ ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അലോയ്സ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. ഓട്ടോമാറ്റിക് സീറ്റാണ്. ഓക്കെ, 2018 ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ്. അത്യാവശ്യം പെർഫോമൻസ് കാറാണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന പെർഫോമൻസ് കാറാണ്. നമുക്കൊരു സ്പോർട്ടി മോഡൽ ഓടിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഓക്കെ, 4 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ഇതിന്. 3 സ്റ്റാർ 3 സ്റ്റാർ വരുന്നത്. ഓക്കെ, 2 എയർബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും ടോപ്പിൻ്റെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ മാറ്റവും പിന്നെ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ മാറ്റവും വരുന്നത് തോന്നുന്നില്ല. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്കൊരു 6,500 ചോദിക്കണത്. എന്നാലും മാക്സിമം കൊടുക്കാം. ഓക്കെ, 6,25,000 രൂപയ്ക്ക് 2018 സീറ്റ ഇഗ്നിസ്. ഇത് ഓട്ടോ എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടിക്കണം. 55,000 നമ്മൾ പറഞ്ഞിട്ടു. ഓക്കെ, സ്വന്തമാക്കാം. 6,25,000 രൂപയ്ക്ക് ഒരു 5.25 ലോൺ കിട്ടും. 5,000 രൂപ ലോൺ കൊടുക്കാം. 5.5 75,000 കണ്ട് ഇറക്കാം. അതെ. ഓക്കെ, ഒരു പുതിയ സ്വിഫ്റ്റ് ആണ്. KL 7 എറണാകുളം രജിസ്ട്രേഷനുള്ള ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ്. അതെ. എങ്ങനെയാ മോഡലൊക്കെ? മോഡൽ വരുന്നത് 2020 മോഡലാണ്. ഓപ്ഷൻ VXI പെട്രോള് 40,000 കിലോമീറ്റർ. 40,000 2020. ഓക്കെ, നോർമൽ ഓട്ടാണ്. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം സർവീസാണ്. ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അതെ. പെട്രോൾ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ട് വന്നതാണ്. രണ്ടാമത് ഈ ഒരു ഷേപ്പിൽ വരുമ്പോൾ നല്ല മൈലേജും കിട്ടും. എത്രയിപ്പോൾ ആസ്ക് ചെയ്യുന്നത്? 6,5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2020 അല്ലേ? 20 VXI 6,25,000 രൂപ ആസ്കിങ് ആണ്. ഈ പറയുന്ന വില എന്നോട് പറഞ്ഞിട്ട് എന്തായാലും വന്നാൽ കുറച്ച് തരുന്നു. വീഡിയോയിൽ കുറച്ച് പറയുന്നില്ല. അപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് തരാമെന്ന്. നിങ്ങൾ താല്പര്യമുള്ളവരെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു നിരയുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇഗ്നിസ് ഓട്ടോമാറ്റിക് കണ്ടു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 6-7 വണ്ടി ഓട്ടോമാറ്റിക് ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ്, ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ്. അതിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒരു വാഹനം കാണുകയാണ്. മൈഗ്രയാണ്. KL 8 തൃശ്ശൂർ തന്നെയാണ് രജിസ്ട്രേഷൻ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡലാണ്. 13 മോഡൽ. എത്ര ഓടിയിപ്പോൾ? കിലോമീറ്റർ ഓടിക്കണ 80,000 കിലോമീറ്ററാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. CVT ആണ് ഗിയർ ബോക്സ് വരിക. 80,000 2013. ഓപ്ഷൻ XV പ്രീമിയം ആണ്. ഏറ്റവും ടോപ്പ് ഉണ്ട്. പുഷ് ബട്ടൺ ഒക്കെ വരും. അതെ അല്ല, എല്ലാം വരുന്ന മോഡലാണ്. 2 എയർ ബാഗ് ഉണ്ടാവും. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നല്ല സീറ്റ് കവേഴ്സാണ്. വണ്ടി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലേ? ഇല്ല. ആ 13ൻ്റെ വൃത്തിയല്ല, നല്ല വൃത്തിയുണ്ട്. അതാ. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്കിത് 360 ചോദിക്കണത്. 3,60,000. അതെ. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ്. ഓക്കെ, 360 2013 XV പ്രീമിയം പുഷ് ബട്ടൺ വരുന്ന CVT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഒരു 2.25 വരെ 3 ലക്ഷം വരെ ലോൺ കൊടുക്കാം, ചെയ്യാൻ പറ്റും. 60,000 രൂപ കൊണ്ട് ഇറക്കാം കേട്ടോ. അല്ലേ? ഒരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോലോ. അതെ, Volkswagen Polo GT KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഇതിൽ? ഇത് 2017 മോഡലാണ്. ഓക്കെ, എത്ര ഓടിയുണ്ട് ഇപ്പോൾ? കിലോമീറ്റർ വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 34,000. ഓക്കെ, GT പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. TSI. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഡീസലിലും വരുന്നുണ്ട് 1.6. അതാണ് ഞാൻ ചോദിച്ചത്. അത് വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. അതെ. ഓക്കെ, ഇത് TSI പെട്രോൾ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DST അല്ല. പിന്നെ ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇപ്പോഴും വാറണ്ടിയിലാണ് ഈ വണ്ടി നിൽക്കണം. അതെങ്ങനെ? ഈ വർഷം 6 മാസം വരെ എൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഇനി അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? 17 മോഡൽ വരുന്നത്. അതെ, നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമല്ലോ. ചെയ്യാൻ പറ്റൂല്ലേ? ഓക്കെ, വാറണ്ടി പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഒന്നും നോക്കാനില്ല. എന്തൊക്കെ മണിയൂരാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. കണ്ണുമൊഴി എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, അപ്പോൾ പക്ക അവർ കൊണ്ടുനടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും വാറണ്ടി അത്രയും കിട്ടിയത്. എത്ര കൊടുക്കാൻ പറ്റും? നമുക്കിത് 8,50,000 രൂപയാണ് ചോദിക്കണേ. 8.5 ലക്ഷം. 2017 GT ആണ്. 8.50 ആസ്കിങ്. ഓക്കെ,
വേറെ ഇപ്പോൾ വർക്കൊന്നും അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല, നീറ്റ് വണ്ടി. ഓക്കെ, നിങ്ങൾക്ക് കമ്പനി തന്നെ കയറ്റിയിട്ട് എല്ലാം വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അണ്ടർ വാറണ്ടി കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ വേറെ ഒരു വർക്കും വന്നിട്ടില്ലെങ്കിൽ തന്നെ വാറണ്ടി കിട്ടത്തുള്ളൂ അല്ലേ? അല്ലേ വാറണ്ടി കൂട്ടി പോകില്ല. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു സെഡാൻ വാഹനം വന്നു. ഹോണ്ട സിറ്റിയാണ്. KL7 എറണാകുളം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് മോഡലൊക്കെ വരുന്നത്? ഇത് 2014 മോഡലാണ്. 2014 മോഡൽ. ഡീസലോ പെട്രോളോ? പെട്രോള്. 2014 പെട്രോൾ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് SV എന്നുള്ള പേരിനാണ് വരുന്നത്. SB അല്ലേ? വീൻ്റെ താഴെ. അതെ, വീൻ്റെ താഴെ. അതെ. ഓക്കെ, V ആയിട്ട് വ്യത്യാസം വരുന്ന വെച്ചാൽ അലോയ്സ് ഉണ്ടാവില്ലെങ്കിൽ ബാക്കി ഫോൾഡിംഗ് മിറർ വരും. S ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. പെട്രോളാണ്. മൈലേജ് ഒരു 13 മുതൽ 16 റേഞ്ച് വരെ മൈലേജ് പ്രതീക്ഷിക്കാം. എങ്ങനെ ഹോണ്ടയുടെ വണ്ടികളൊരു നോർമൽ മൈലേജാണ് പെട്രോൾ വണ്ടികൾക്കുള്ള. നല്ല അടിപൊളി ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണ് ഓണർഷിപ്പ്? എത്രയാണ് ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. പുതിയ ടയേഴ്സാണ് കേട്ടോ വാഹനം. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമുക്കിത് 5,75,000 രൂപയാണ് ചോദിക്കണത്. 5,75,000 അല്ലേ? ഓക്കെ, അത് എന്തായാലും കുറച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാം, നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ, 5 lakhs ലോൺ കിട്ടുമോ? 5 lakhs വരെ ലോൺ കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഒരു 75,000 രൂപ വേണ്ട ഇറക്കാം. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു ലോ കിലോമീറ്റർ തന്നെയാണ് വാഹനം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു വാഹനം. എറ്റിയോസ് ലിവ KL29 രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. ഇത് 2015 മോഡലാണ്. ഓക്കെ, ഏതാ ഓപ്ഷൻ? GDSP. GD ആണ്. ഡീസലിന് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനം. SP ആകുമ്പോൾ 2 എയർ ബാഗും ABS ഒക്കെ വരും. ഓക്കെ, എനിക്ക് തോന്നുന്നു 20-22 മുകളിലായിരിക്കും മൈലേജ്. അതെ, തീർച്ചയായിട്ടും. ഡീസലിൽ വരുമ്പോഴത്തേക്ക് കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി, കായംകുളം. ഓക്കെ, KL29 കായംകുളം രജിസ്ട്രേഷൻ അല്ല? പഠിച്ചു, ഇതുവരെ അറിയില്ലായിരുന്നു കായംകുളം. ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, നീറ്റ് ക്ലീൻ വണ്ടിയാണ്. നല്ല സ്റ്റീരിയറും നല്ല ഇന്റീരിയറുള്ള വണ്ടി. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പ് ആണോ അതോ സെക്കൻഡ് ആയിട്ടുണ്ട്? ഇപ്പോൾ സെക്കൻഡ് ആയിട്ട് കൊടുങ്ങല്ലൂർ അഡ്രസ്സിൽ സെക്കൻഡ് RC ഇവിടെ തന്നെ ആയതല്ലേ? അപ്പോൾ എത്ര കൊടുക്കാം? നമുക്കിത് 5,50,000 ചോദിക്കണത്. നെഗോഷ്യബിൾ ആണ്. 5,50,000 GD ഡീസൽ ലിവ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 5 lakhs ലോൺ കിട്ടും. നോക്കാം. 50,000 കണ്ടാൽ നിങ്ങൾക്ക് 50,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി എപ്പോഴാണ് അടുത്ത സ്റ്റോക്ക് ആവാം? അടുത്ത ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, പുതിയ സ്റ്റോക്ക് ആവട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും വരാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയുടെ മുകളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ്. വളരെ നന്ദി. എല്ലാവർക്കും വിടാം. ബൈ.